അതാണ് എൻ്റെ പോരായ്മ. ഞാൻ കോൺഗ്രസ്സുകാരനായിപ്പോയി. ഇപ്പോഴും എന്നോട് അദ്ദേഹം പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ചത് റഹീം ഹാജി പാർട്ടി വിട്ടു പോരുന്നത്. ഒന്നുകിൽ നാദാപുരത്ത് എല്ലാ കൊയിലാണ്ടിയിൽ ഞാനും വീണ്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പത്രിക കൊടുക്കേണ്ടി വരും. പ്രവീൺ കുമാർ പ്രസിഡന്റായി വന്നതിന് ശേഷം നീതി നിഷേധമാണ് വരുന്നത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിനെതിരെയും ചില നേതാക്കൾക്കെതിരെയും ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകൻ. കോൺഗ്രസ് നരിപ്പറ്റ മണ്ഡലം ഭാരവാഹിയായിരുന്ന കാണംകണ്ടി റഹീം ഹാജിയാണ് ആരോപണവുമായി എത്തിയിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്നും റഹീം ഹാജി വടകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1983 മുതൽ കോൺഗ്രസ് വർക്കറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നാദാപുരം നിയോജക മണ്ഡലത്തിലെ നരിപ്പറ്റ സ്വദേശിയാണ്. പാർട്ടിയുടെ വിവിധ സമരങ്ങളിലും പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയ ഞാൻ നരിപ്പറ്റ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി ആയിട്ടും കാവിലുംപാറ ബ്ലോക്ക് മൈനോറിറ്റി കോൺഗ്രസിൻ്റെ ചെയർമാനായിട്ടും വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രവീൺ കുമാർ DCC പ്രസിഡൻ്റായി വന്നതിന് ശേഷം എനിക്കെതിരെ അന്യായമായ നടപടിയെടുക്കുകയും എൻ്റെ മണ്ഡലത്തിലെ ചില സ്ഥാപിത താല്പര്യക്കാരുടെ വാക്കുകൾ കേട്ട് ഒരു കാരണവുമില്ലാതെ എന്നെ മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നീക്കുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഈ കാലയളവിലടക്കം ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ തിരുവനന്തപുരം കൊല്ലത്ത് ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. ഒരു ദിവസം ഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ നിരന്തരം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അറിയിച്ച ഞാൻ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു അപ്പീലായിട്ട് ഞാൻ നടപടി പുനഃപരിശോധിക്കാം, നിങ്ങളെ മണ്ഡലത്തിലെ കുറച്ച് ആൾക്കാർ ഒപ്പമാണെന്ന് പറഞ്ഞിട്ട് ആ പ്രകാരം ഏകദേശം 23 ആൾക്കാർ ഒപ്പിട്ട പേപ്പർ ഞാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് സമർപ്പിച്ചു. ഇതെല്ലാം മണ്ഡലം ഭാരവാഹികളും ബ്ലോക്ക് ഭാരവാഹികളുമായ ആൾക്കാരാണ് ഇതിൽ ഒപ്പിട്ടത്. അവരുടെ ഫോൺ നമ്പർ അടക്കം കൊടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു വാക്കായിട്ട് തരുന്നില്ല. അങ്ങനെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിലിനെതിരായിട്ട് ഞാൻ പത്രിക കൊടുത്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഞാൻ ഏറെ സ്നേഹിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ എന്നെ വിളിക്കുകയും മുൻ KPCC പ്രസിഡൻ്റായ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എന്നോട് പത്രിക പിൻവലിക്കാൻ പറഞ്ഞു. ഒരു ഡിമാൻഡും ഇല്ലാതെ ഞാൻ പറഞ്ഞു, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാരണം മാത്രമാണ് എനിക്ക് അറിയണ്ടു, അത് നിങ്ങൾ ഏറ്റവും ഇത് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നാദാപുരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റിജേഷ് നെരിക്കാട്ടിരിനെ എൻ്റെ കൂടെ കളക്ട്രേറ്റിൽ പറഞ്ഞു വെച്ചു വന്നു. അവിടുന്ന് ഞാൻ പത്രിക പിൻവലിച്ചു. പിന്നീട് പ്രവീൺ കുമാറിനെ കണ്ടിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ എന്നെ മുൻ സ്ഥാനത്തോടു കൂടി തിരിച്ചെടുക്കാമെന്നും എല്ലാം പറഞ്ഞ് ഉറപ്പ് തന്നു മുല്ലപ്പള്ളി സാറിനും കൊടുത്തു. പക്ഷെ ഇന്ന് വരെ അദ്ദേഹം അത് പ്രാബല്യത്തിലാക്കിയില്ല. ഇപ്പോഴും അരമണിക്കൂർ മുന്നേ ഞാൻ വിളിച്ചേരം പ്രവീൺ കുമാർ എന്നോട് പറഞ്ഞ റഹീം ഹാജിയെ പാർട്ടി തിരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതൊരു കടലാസായിട്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ പറയുന്നത്, ഒരു രേഖയായിട്ട് ഞങ്ങൾക്ക് തന്നാൽ ഒരു പ്രശ്നമില്ല, വാക്കുകൊണ്ട് എന്നോട് ഇപ്പം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് താങ്കളെ പാർട്ടി തിരിച്ചെടുത്തുന്നുള്ളത്. പക്ഷെ രേഖയായിട്ട് തരുന്നില്ല. എനിക്ക് ഈ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയാൽ എനിക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ നാദാപുരത്ത് എല്ലാ കൊയിലാണ്ടിയിൽ ഞാനും വീണ്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പത്രിക കൊടുക്കേണ്ടി വരും. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഓഫീസ് എടുത്തിട്ട് 3 ലക്ഷത്തിൻ്റെ മേലെ എൻ്റെ പൈസ ഇപ്പം ഇവർക്ക് ഇറക്കുന്നുണ്ട്. 2019 ഈ അഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. പിന്നെ കൊറോണ വന്നു, കുറേ താമസം പോയി. അതിനുശേഷം 5 ലക്ഷം റുപ്യക്ക് വിലക്കെടുത്തതാണ്, വാടകയ്ക്കല്ല. സ്വന്തമായിട്ട് നേരിട്ട് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഈ അഗ്രിമെൻറ്റിലും ഒപ്പിട്ടത്. ഇപ്പം നിലവിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡൻ്റായ കുഞ്ഞിക്കണ്ണനാണ്, അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഇതിലുള്ളത്. അതേ മോഡലിൽ ബാബു കുയ്തരിയാണ്. എന്നെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ സംഖ്യ പൂർത്തീകരിച്ചു കൊടുക്കാൻ പോയപ്പോൾ കുയ്തേരി ബാബുവാണ് ഇതിൽ ഒപ്പിട്ടത്. ഇന്നിപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടിയെടുത്ത ഓഫീസ് തൽക്കാലം അന്നത്തെ നമ്മളെ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു, തൽക്കാലം നിൻ്റെ പൈസ ആയിമല്ലുള്ളത് കൊണ്ട് നിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്താക്കാമെന്ന് അവർ പറഞ്ഞ പ്രകാരം 200 റുപ്യേൻ്റെ മുദ്ര പേപ്പർ ഞാൻ നിലവിലുള്ള കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയും വൈസ് പ്രസിഡൻ്റായ ആൾക്കാരെടുത്ത് നിങ്ങൾക്ക് എന്തും ചെയ്യാം, 2 കൊല്ലം കൊണ്ട് എൻ്റെ പൈസ തിരിച്ചു തന്നേക്ക്, പാർട്ടിയുടെ പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു തരാമെന്ന് പറയുകയും ആ എഗ്രിമെൻ്റ് മുദ്ര പേപ്പർ ഇപ്പോൾ അവരുടെ കൈവശമാണുള്ളത്. പക്ഷെ ഇന്നും നിലവിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എനിക്ക് രേഖാപരമായിട്ട് ഒരു കടലാസ് തരുന്നില്ല. അത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നത്. ഇപ്പോഴും എന്നോട് അദ്ദേഹം പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ചത് റഹീം ഹാജി പാർട്ടി വിട്ടു പോരുന്നത്. പക്ഷേ ഞാൻ പാർട്ടി വിട്ടു പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഓർമ്മ വെച്ച നാൾ മുതൽ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഇനിയും നമുക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടത് വരും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സാധാരണ ഇപ്പോൾ എൻ്റെ മക്കളടക്കം എൻ്റെ കഴിഞ്ഞ ആഴ്ച DCC ഓഫീസിൽ പ്രവീൺ കുമാർ വിളിച്ച് പറഞ്ഞ പ്രകാരം ഞാൻ ചെന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ പോയി, എൻ്റെ മകനും ഉണ്ടായിരുന്നു.
അപ്പോൾ എൻ്റെ മകനോട് അദ്ദേഹം പറഞ്ഞത് റഹീം ഹാജി പാർട്ടി തന്നെയുള്ളത്. ഇനിയിപ്പോൾ എന്ത് കള്ളത്തരം പറഞ്ഞാലും എൻ്റെ തെളിവായിട്ട് പല റെക്കോർഡിങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പം വെക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതുണ്ട്, മുല്ലപ്പള്ളി സാറ് പറഞ്ഞതുണ്ട്, എല്ലാം ഉണ്ട്. ഇതിന് പുറമെ DCC ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാർട്ടിയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ എല്ലാവരെയും തിരിച്ചെടുത്തതായി പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. പക്ഷേ നരിപ്പറ്റയിലെ 2-3 വ്യക്തികൾ അത് അംഗീകരിക്കില്ലാന്ന്. എൻ്റെ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യപരമായിട്ട് എനിക്ക് എന്ത് ശക്തിയുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ കെയർ ഓഫിൽ ഒരാളെ നിപ്പിച്ചു. എല്ലാ എനിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുടെ സ്ഥാനാർത്ഥിനെയും 74 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി ഞാൻ നിപ്പിച്ച സപ്പോർട്ട് ചെയ്ത സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത്. എൻ്റെ മകനും പത്രിക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുത്തിരുന്നു. ശവം പിൻവലിച്ച് ഒരാളെ വേണ്ടുന്ന നിലയ്ക്ക്. എൻ്റെ മകൻ പാലക്കാട് ഗവൺമെൻറ് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യമായിട്ട് UDSFന് വേണ്ടിയിട്ട് ആ കോട്ട പിടിച്ചടക്കിയതാണ്. അതിന്നും തുടർന്ന് പോകുന്നത്. അങ്ങനെ അവർക്ക് പാലക്കാട് തങ്ങളെ വീട്ടിലായിരുന്നു സൽക്കാരം അടക്കം കൊടുത്തത്. ഇങ്ങനെയും ഞാനും എൻ്റെ മക്കളും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രവീൺ കുമാർ പ്രസിഡൻ്റായി വന്നതിന് ശേഷം നീതി നിഷേധമാണ് വരുന്നത്. ഇതിനാണ് ഒരു പരിഹാരം വേണ്ടത്. ഞാൻ നരിപ്പറ്റയിലെ 3 മെമ്പർമാരാണ് AICC പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് VIP മെമ്പർമാരായിട്ട് ഞങ്ങൾ 3 പേരാണുള്ളത്. ഒന്ന് KE പ്രമോദ്, 2ാം സ്ഥാനത്ത് ഞാനാണ്, 3ാം സ്ഥാനത്ത് വേറൊരു സുഗുണൻ എന്ന് പറയുന്ന ആൾ. VIP മെമ്പർമാരായിട്ട് ഞങ്ങൾ ചേർത്തത് 100 മെമ്പർമാരെ ചേർത്താൽ അവർക്കൊരു VIP മെമ്പർഷിപ്പാണ്. അതിന്നും നിലവിൽ എനിക്കുണ്ട്. അതിന് പുറമെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ 2018 പ്രളയത്തിന് എൻ്റെ വണ്ടിയിൽ ഫുൾ സാധനമായിട്ട് വിലങ്ങാട് കൊണ്ട കൊടുത്തു. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അവരാരും ₹1 തന്നിട്ടില്ല. ഇപ്പോൾ അടുത്ത കാലത്തും എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഞങ്ങളുടെ നാട്ടിലെ കുമ്പളച്ചോല എന്ന് പറയുന്ന സ്ഥലത്ത് വിധവകളായ 3 സ്ത്രീകളുടെ വീട് ദ്രവിച്ചു പോയിട്ട് അപകട ഭീഷണിയിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ മണ്ഡല സെക്രട്ടറിയായ ശ്രീധരേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുൻകൈ എടുത്തിട്ട് അവർ വരും, ഞങ്ങൾ ഒരു മാസം കൊണ്ടത് പൂർത്തീകരിച്ചു കൊടുത്തു. പിന്നെ ഒരു സഹോദരിയുടെ ചികിത്സ, ഒരു ചെറിയ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടീൻ്റെ ചികിത്സ, ഇതെല്ലാം നമ്മൾ കോൺഗ്രസിൻ്റെ ലേബിളിൽ നമ്മൾ ചെയ്തു കൊടുത്താണ്. മൈനോറിറ്റി കോൺഗ്രസിൻ്റെ ലേബിളിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രവീൺ കുമാർ മത്സരിച്ച സമയത്ത് ലാസ്റ്റ് പ്രചരണ ദിവസം പ്രചരണ വണ്ടിയിൽ മൈക്ക് അനൗൺസ്മെൻറ്റും ഞാൻ തന്നെയായിരുന്നു, ഡ്രൈവിങ്ങും ഞാൻ തന്നെയായിരുന്നു. ഞാൻ എത്രയോ കാലങ്ങൾക്ക് ശേഷം ജീപ്പ് ഓടിച്ച് തന്നാണ്. പിന്നെ പ്രവീൺ കുമാറിന് വേണ്ടിയിട്ടൊരു ഗാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ആ ഇലക്ഷൻ സമയത്തൊരു ക്ലിക്കാക്കി ഞാൻ തന്നെയായിരുന്നു പാടിയത്. ഇങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എനിക്കാണ് ഈ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടാത്തത്. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരെയും ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ ഇന്ന് വരെ കഴിഞ്ഞ ആഴ്ച പ്രവീൺ കുമാറിനോട് കണ്ട ദിവസം ഞാൻ പറഞ്ഞിരുന്നു, KC വേണുഗോപാൽ സാറുമായിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിരുന്നു. ഇന്ന് വരെ ഞാൻ അദ്ദേഹത്തോട് എനിക്ക് വന്ന പരിഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം കുവൈത്തിൽ അവാർഡ് മേടിക്കാൻ വന്ന സമയത്ത് ഞാൻ കുവൈത്ത് എയർപോർട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കും ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MP കുവൈത്തിൽ വന്ന ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാകെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുവാൻ അവിടുത്തെ മുൻ മണ്ഡലം പ്രസിഡന്റ് CK നാണു എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ 2 കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ്. 6 പ്രാവശ്യം മത്സരിച്ച അദ്ദേഹം ഈ പ്രാവശ്യം എനിക്ക് തന്നെ സീറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നരിപ്പറ്റയിലെ 18ാം വാർഡിൽ കോൺഗ്രസ് 500 ജില്ലാ വോട്ടിന് ജയിക്കുന്ന വാർഡ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്നു. അവിടുത്തെ മുസ്ലിം ലീഗ് സംഘടനാ സംവിധാനത്തിൽ അവർ പറഞ്ഞു കണ്ടോത്തുകുനി വാർഡ്, ഞാൻ എൻ്റെ വീടടക്കം ഉൾപ്പെടുന്ന വാർഡ്, നരിപ്പറ്റ പഞ്ചായത്തിൽ ഏറ്റവും ഭൂരിപക്ഷം കിട്ടുന്ന വാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാമെന്ന് പറഞ്ഞു. പട്ടിക അത് സംവരണം വെച്ചതുകൊണ്ട് അതിനടക്കം സമ്മതിക്കാണ്ട് ഇദ്ദേഹം അവിടെ പത്രിക കൊടുത്തു. ലീഗ് വിമതനായിട്ട് ഒരു മൊയ്തൂക്ക കൊടുത്തു, അദ്ദേഹം ജയിച്ചു. അതേ മോഡലാണ് കോൺഗ്രസിൻ്റെ 11ാം വാർഡ്. ഇതെല്ലാം ഒരു പാർട്ടിയിൽ ചർച്ചകളോ ഒന്നും ഇല്ലാതെ ഇവർ സ്വയം എടുത്ത തീരുമാനപ്രകാരമാണ് കോൺഗ്രസിൻ്റെ 2 സിറ്റിംഗ് സീറ്റിൽ കൂടി നഷ്ടപ്പെട്ടു. പല ആരോപണങ്ങളുണ്ട്, അതാണ് എനിക്കൊന്നും തിരിയാത്തത്. ഞാൻ വാട്സപ്പ് പറഞ്ഞു ഞാനറിയാം. വാട്സപ്പിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ ഗ്രൂപ്പുകൾ ഇവരുടെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മണ്ഡലം കമ്മിറ്റിയിൽ ഞാൻ സെക്രട്ടറി അയക്കുന്ന സമയത്ത് എന്നെ വിളിച്ചാൽ ഞാൻ എന്തൊക്കെ പറയുമ്പോൾ അത് ഇന്നത്തെ അജണ്ട അല്ല, അവിടെ ശബ്ദിക്കൊന്നും സമ്മതിക്കില്ല. ഒരു കോക്കസ് പ്രവീൺ കുമാർ വന്നതിന് ശേഷം തന്നെ ബഹുമാനപ്പെട്ട DCC സെക്രട്ടറി ആവോലം രാധാകൃഷ്ണേട്ടനെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചു. അപ്പം അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കൊടുത്ത റിപ്പോർട്ട് തരാൻ പറയൂ, നിങ്ങളെ പേര് നടപടിയെടുക്കുന്നെങ്കിൽ നരിപ്പറ്റയിലെ 3 പേരുടെ പേരിലും നടപടിയെടുക്കണം, എല്ലാവരും തുല്യരാണെന്ന്. ഞാൻ ഇന്ന് വരെ പാർട്ടി വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല. ഈ ലാസ്റ്റ് ഇലക്ഷനിലടക്കം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ ബൂത്തിലൊരു സംഘർഷമുണ്ടായപ്പോൾ അവിടെ പിടിച്ചു വെക്കാൻ പോയിട്ട് എന്നെ എതിര് നിൽക്കുന്ന ആൾക്കാർക്കടക്കം മടി കിട്ടുമ്പോൾ ഞാൻ പിടിച്ചു വെച്ച് രക്ഷപ്പെടുത്തുക ചെയ്തിട്ടുള്ളൂ. അവരൊക്കെ അവരുടെ സാരിയെ കൊണ്ട് പെട്ടെന്ന് കഴിച്ചിലായി, ബാക്കിയുള്ള അവരെ അടങ്ങിപ്പിച്ചിട്ട്. പക്ഷെ നമ്മളതല്ല ചെയ്തത്, അവിടെ സമാധാനിപ്പിക്കുവാനാണ് നിന്നത്. അവിടുത്തെ പാർട്ടിക്കാരോടുള്ള സംഗതി പറഞ്ഞിട്ട് എനിക്ക് നീതി കിട്ടാത്തത് കൊണ്ടല്ലേ ഞാൻ മത്സരിക്കേണ്ട ഘട്ടം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും കോൺഗ്രസ് വിടാത്തത്.
അത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു. ദുബായിൽ വെച്ചു. ദുബായിൽ അദ്ദേഹം വന്ന സമയത്ത് കരുണാകര സ്മാരക മന്ദിരത്തിൻ്റെ പിരിവുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലോറ ഹോട്ടലിൽ ഞാൻ പോയി കണ്ടതിന് ശേഷം അന്ന് ബഹുമാനപ്പെട്ട പരേതനായ KP കുഞ്ഞിക്കണ്ണൻ MLA ഉണ്ടായിരുന്നു. ഇടുക്കി മുൻ DCC പ്രസിഡന്റ് കല്ലാർ ഇബ്രാഹിം കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. അവരുടെ മുമ്പ് അവർ ചോദിച്ചു നിങ്ങളെന്തിനാ ഇവരെ പുറത്താക്കിയതെന്ന് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിട്ട് പ്രവീൺ കുമാർ പറഞ്ഞത് ഇദ്ദേഹം കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടിക്കും പോകുന്നു, അത് അവിടെയുള്ള ആൾക്കാർക്ക് പിടിക്കുന്നില്ല. പക്ഷെ നരിപ്പറ്റയിൽ തന്നെ വീണ്ടും പുറത്താക്കിയ സമയത്തും നാദാപുരം നിയോജക മണ്ഡലത്തിൽ എല്ലാ പരിപാടികളിലും കോൺഗ്രസിൻ്റെ പരിപാടിക്ക് എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാൻ പങ്കെടുക്കാറുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ചിനടക്കം ഞാൻ പങ്കെടുത്തേക്ക് മുദ്രാവാക്യം ഞാൻ വിളിച്ചു കൊടുക്കാറുണ്ട്. നരിപ്പറ്റ ലെവലിൽ 3-4 ആൾക്കാർ മാത്രം അംഗീകരിക്കില്ല. അതിപ്പോൾ ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കുമ്പോൾ പ്രസിഡന്റ് പറയുന്നത് നിങ്ങൾ പറയുന്ന ന്യായ. ഞാൻ ചോദിച്ചു അന്നേരങ്ങൾ എനിക്കൊരു കടലാസ് തരണോ, അതെന്തുകൊണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞാലോ നിങ്ങൾ പാർട്ടി വിട്ട് പോറ്. ഇതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു പ്രശ്നമില്ല, ഞാൻ പാർട്ടി വിട്ട് പോകുന്നില്ല, എനിക്ക് നീതി കിട്ടണം. നരിപ്പറ്റ സമയക്കില്ല, ഞാൻ നരിപ്പറ്റയിലെ പരിപാടിക്ക് പങ്കെടുക്കാറില്ല. ബാക്കി ഈ നരിപ്പറ്റയിലെ നേതാക്കന്മാരടക്കം ഉണ്ടായ കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ മാർച്ചിനടക്കം ഞാൻ പങ്കെടുത്തേക്ക്. അവരുടെ കീഴിൽ തന്നെ ഞാൻ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തിരുന്നു. KCB മാർച്ച്. കോൺഗ്രസിൽ മുൻ മണ്ഡല സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഒരു പ്രവാസിയാണ്. മൈനോറിറ്റി കോൺഗ്രസിൻ്റെ 2021 എന്നെ ബ്ലോക്ക് ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തു. അന്ന് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച ചെയർമാനായിട്ട് ഞാൻ തന്നെയാണ്. 6 മാസ കാലാവധി കൊണ്ട് ഞാൻ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഇപ്പം പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്തുനിന്ന് പറയും, അകത്തുനിന്ന് പറയും. ഇല്ല, ഫസ്റ്റിൽ തന്നെ മൈനോറിറ്റി കോൺഗ്രസിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് പ്രസിഡന്റ് പുറത്താക്കുന്നത്. അധികാരം ഇപ്പം അടുത്ത് ലാസ്റ്റ് വിഷയത്തിൽ മുല്ലപ്പള്ളിയായിട്ട് കഴിഞ്ഞായിട്ട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ സംസാരിക്കുന്നില്ല പ്രവീണായിട്ട് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് വാക്ക് കൊടുത്താണ്. അദ്ദേഹത്തിന് നാദാപുരമാണ് എൻ്റെ മണ്ഡലം. നാദാപുരത്ത് വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് റിബലായിട്ട് അയാൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. വേറെ റിബലുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പെട്ടെന്ന് അയാൾക്ക് കണ്ണൂർ പോകേണ്ടത് കൊണ്ടാണ്. ചിലപ്പോൾ ഞാൻ മത്സരിക്കും. എൻ്റെ ഒന്നുകിൽ ഞാൻ എവിടെയാണ്, ഒന്നുകിൽ കൊയിലാണ്ടി അല്ല നാദാപുരം. അതിനാണ് ഒന്നുകിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് നീതിയെല്ലാം ഉണ്ടായത്. കഴിഞ്ഞ രാജീവ് മാഷ് പ്രസിഡന്റായ സമയത്തും ഇതേപോലെ 2020 പഞ്ചായത്ത് ഇലക്ഷനിൽ എൻ്റെ വാർഡ് CPMന് മൃഗീയ ഭൂരിപക്ഷമുള്ള വാർഡാണ്. ആ മുല്ലപ്പള്ളി സാറ് സർക്കുലർ പ്രകാരം ബൂത്ത് കമ്മിറ്റി വിളിക്കുക, വാർഡ് കമ്മിറ്റി വിളിക്കുക. അതിൽ ഭൂരിപക്ഷം കിട്ടും. 13 ആൾ പങ്കെടുത്ത യോഗത്തിൽ 10 പേരും എൻ്റെ പേര് പറഞ്ഞിട്ടും എനിക്ക് സീറ്റ് തന്നില്ല. അപ്പോൾ അന്ന് എനിക്ക് പറഞ്ഞ് ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനവും അടുത്ത ഇലക്ഷനിൽ ജയിക്കുന്നൊരു സീറ്റും. ആ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനം അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് കോരങ്കോട്ട് മൊയ്തൂക്ക, ഇന്നിപ്പം മെനഞ്ഞാന്ന് മുതൽ അദ്ദേഹം DCC സെക്രട്ടറിയാണ്. അദ്ദേഹം തന്ന ലെറ്റർ പേഡ് എൻ്റെ കൈവശമുണ്ട്, എൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയായിട്ട്. അതിൽ ബഹുമാനപ്പെട്ട അരയിലത്ത് രവിയേട്ടൻ, അഖിലേന്ദ്രൻ നരിപ്പറ്റ, കുയ്തേരി ബാബു, TP വിശ്വം മാസ്റ്റർ ഇവരെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്, മൊയ്തൂക്കി ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർ പ്രാവർത്തികമാക്കുന്നില്ല. അതിനുശേഷമാണ് നിയമസഭാ ഇലക്ഷൻ വരുന്നത്. ഇതെല്ലാം നമ്മൾ നിരന്തരം പറഞ്ഞിട്ടും ഇവർ അംഗീകരിക്കുന്നില്ല. ഒരു 3-4 ആൾക്കാരുടെ അല്ല തിരിച്ചെടുത്തല്ലോ. തിരിച്ചെടുത്തതായിട്ട് ഇപ്പോൾ വിളിച്ച് സംസാരിച്ചാലും പ്രസിഡന്റ് എന്നോട് പറഞ്ഞു. അത് മാത്രമാണ് തരാത്തത്. വോയിസ് ആയിട്ട് ഇപ്പോൾ ഒരു മാസം മുന്നേ കാവിലുംപാറ മണ്ഡലം കോൺഗ്രസ് UDF കമ്മിറ്റി കുറ്റ്യാടി ഫോറസ്റ്റ് ഓഫീസ് മാർച്ചുണ്ടായിരുന്നു. ആ സമരത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റായിരുന്നു ഉദ്ഘാടനം. അന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം അന്നേരം തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് കോരങ്കോട് ജമാൽ ഖാനെ വിളിച്ചു. KP രാജേട്ടൻ, KPCC മെമ്പർ KT ജെയിംസ്, ഈ കോരങ്കോട് മൊയ്തൂക്ക, OK ഷാജി ഇവരുടെ മുഖാന്തരം പ്രസിഡന്റ് പറയുകയും ചെയ്തത് റഹീം ഹാജി പാർട്ടി തന്നെയാണ്, മുമ്പ് തിരിച്ചെടുത്തതാണ്, എല്ലാ പരിപാടിയിലും പങ്കെടുപ്പിക്കണം. പക്ഷെ നരിപ്പറ്റയിലുള്ള 3-4 വ്യക്തികൾ ഇത് അംഗീകരിക്കില്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നരിപ്പറ്റയിലെ പാർട്ടിക്കൊരു നിയമമാണോ മറ്റു പ്രദേശങ്ങൾക്ക് വേറൊരു നിയമമാണോ? എല്ലാവരും ഇപ്പോൾ കുമ്പളച്ചോല തന്നെ ഞാനിപ്പോൾ വിളിച്ചിരുന്നു. അവിടെ ഇപ്പോൾ 4 ആളെ പേരിലെ നടപടിയെടുത്ത് ഈ ഇലക്ഷൻ പ്രവാഹനം ചെയ്യും. ഇതാണ് അതല്ലേ നമ്മൾ പറഞ്ഞത്. വിളിക്കുക ഓരോരുത്തർക്കല്ല. ഇപ്പം നോമ്പ് കാലമാണ്. അല്ലല്ല, അങ്ങനെ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിപ്പിച്ച സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടുക. 74 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത്. നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനാണ്. ഞാൻ പാർട്ടിയിലേക്ക് 2-3 ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നിക്കുള്ളൂ. ഇവർ കൊണ്ട് പാർട്ടി ശക്തി കേന്ദ്രമായിരുന്നു നരിപ്പറ്റ. അതിൽ എന്താക്കി ശക്തി ക്ഷയിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും പാർട്ടി ഓഫീസായിട്ട് അവിടെ നരിപ്പറ്റയിലെ രക്തസാക്ഷിയുണ്ട് CP അബ്ദുള്ള സാഹിബ്. അദ്ദേഹത്തിൻ്റെ പേരിൽ 1988
ഒക്ടോബർ 23 അദ്ദേഹം കൊല്ലപ്പെടുന്നത് നാദാപുരം സംഭവത്തിൽ. എൻ്റെ ബന്ധക്കാരനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ DCC പ്രസിഡന്റ് LP മൊയ്തീൻ സാഹിബ് പൈസ കൊടുത്തു, സ്ഥലം എടുത്തു. ആ സ്ഥലം ഇന്നും വേസ്റ്റായിട്ട് പോയിട്ടുള്ളത്. നമ്മളെ കണ്ണങ്കണിക്കാരോട് തന്നെ സ്ഥലം മേടിച്ചതിനും അതിന്നും ഒരു കാര്യമില്ലാണ്ട് പോയി. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് CP അബ്ദുള്ളൻ്റെ സ്മാരകമായിട്ട് നമുക്കൊരു ഓഫീസ് വേണമെന്നുള്ള നിലക്കാണ് ഇപ്പം നിലവിലുള്ള മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണനും ഞാൻ മുൻകൈ എടുത്തിട്ട് കണ്ടോത്ത് കുനിയിൽ ഒരു 2 മുറി പീടിയ 5 ലക്ഷം റുപ്യ വില കെട്ടിയിട്ട് വാങ്ങുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് 5000 റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ടാണ് കുഞ്ഞിക്കണ്ണാണ് അഡ്വാൻസ് കൊടുക്കുന്നത്, എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇതിൽ സാക്ഷിയായിട്ട് എഗ്രിമെൻറ്റ് കുഞ്ഞിക്കണ്ണ ഒപ്പിടുന്നത്. അതിനുശേഷം പിന്നെ ഒരു 25,000 കൂടി കൊടുത്ത് കൊറോണ വന്നു. പിന്നെ 2022 ഞാൻ പിരിവിന് പോകുമ്പോൾ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റിനോട് നാദാപുരത്ത് പെട്രോൾ പമ്പിൻ്റെ മുമ്പെന്ന് ഞാൻ സംസാരിക്കുകയും ചെയ്തു. പ്രസിഡന്റ്, ഞാൻ ഈ ഓഫീസ് പൂർത്തീകരിക്കണം, അതെൻ്റെ ലക്ഷ്യമാണ്. അല്ലാണ്ട് നമ്മളെ 30,000 റുപ്യ വെറുതെ പോകും. അത് പൂർത്തീകരിച്ചു, റഹീമാജി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ നിലവിലുള്ള നാദാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രഘുവക്കീലും എരഞ്ഞിക്കൽ വാസുവെല്ലാം സാക്ഷിയാണ് പ്രസിഡന്റായിട്ട് സംസാരിക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഗൾഫിൽ പോയിട്ട് എൻ്റെ ബന്ധക്കാരോട് മറ്റുള്ള കുറച്ച് പൈസ 2-2.5 ലക്ഷം റുപ്യ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഓഫീസ് കോൺഗ്രസ് കണ്ടോത്ത് കുനി എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി 100 രൂപ തന്നാലും ഓൺ ദ സ്പോട്ടിൽ അത് ഞാൻ അതിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഞാൻ ഓഫീസിൻ്റെ പൈസ എടുത്ത് ഇവർക്കായിരിക്കും പറയാൻ പറ്റില്ല. DCC പ്രസിഡന്റൊക്കെ ഗ്രൂപ്പിലുണ്ട്. നീതി കിട്ടുന്നില്ലെങ്കിൽ ഇതിപ്പോ തിരിച്ചെടുക്കുകയാണെങ്കിലോ ഈ പത്രസമ്മേളനത്തിന് ശേഷം വിവരങ്ങൾ ഇപ്പം മറ്റേ രേഖാമൂലം ഇപ്പൊ കോൺഗ്രസ് ഈ പറഞ്ഞ പ്രവീണോ ആരെയും വിളിച്ച് നിങ്ങൾ തിരിച്ചെടുക്കുന്നതാണെങ്കിൽ പിന്നെ നിങ്ങൾ മത്സരിക്കുന്നില്ല. നമ്മൾ പാർട്ടിക്കാരനാണ്. രേഖ വരണം. അതാണ് ഇപ്പം ഞാൻ നിങ്ങളെ ഉള്ളിൽ കയറുന്ന കാണുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് ഇപ്പം കുഞ്ഞിക്കണ്ണായിട്ട് സംസാരിച്ചാൽ കുഞ്ഞിക്കണ്ണൻ പറയുന്നത് എന്താക്കണം, രേഖാപരമായിട്ടാ ഈ എഴുതി തരണം. കുഞ്ഞിക്കണ്ണൻ ചോദിക്കുന്നത് ന്യായമുണ്ട്. എന്നെ പുറത്താക്കിയത് രേഖയായിട്ടാണ് കൊടുത്തത്. ഈ കടലാസാണ് അവർക്ക് കൊടുത്തത്. ഇതേ മോഡല് ഒരു കടലാസ് ഇതാ. ഞാൻ കാണങ്കണ്ടി റഹീമാജി. കാണങ്കണ്ടി റഹീമാജി. ഇതേ മോഡലിൽ ഒരു കടലാസ് നമുക്ക് തരാനാണ് പറയുന്നത്. പിന്നെ അരിപ്പറ്റയിലുള്ള ആരോഗ്യ ശക്തി ക്ഷയിച്ചു എന്ന് പറഞ്ഞില്ല, അതിന്റെ പിന്നിൽ നിങ്ങൾ എന്തെങ്കിലും കളിയുണ്ടാ? ഇല്ല. പിന്നെ എന്തിനാ അവർക്ക് ഇങ്ങോട്ട് ഇത്ര ദേഷ്യം? ഇതൊരു കോക്കസ് ആണ്. ഇപ്പോൾ നിങ്ങളോട് ഇത് വരണമെങ്കിൽ അരിപ്പറ്റയിലുള്ള ഈ 3 ആൾക്കാരെ ശക്തി ക്ഷയിച്ചു എന്നുള്ളൊരു സാധനം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പ്രധാന കാരണം നിങ്ങളാന്നുള്ള രീതിയിലായിരിക്കും. അല്ല, ഞാൻ അധികം പ്രവാസ ലോകത്തായോണ്ട് ഇവിടെ അവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഈ ദേഷ്യം വരാനൊരു കാരണം ഉണ്ടാവില്ലേ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളായിരിക്കും. ഞാൻ എല്ലാ പാർട്ടി പരിപാടികൾ പങ്കെടുക്കുന്നുണ്ടാവും. അവരെക്കാട്ടും മേലെ ഞാൻ ഉയർന്നു പോകുമെന്നുള്ള ഞാൻ ഏകദേശം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് നല്ല ബന്ധമുണ്ട്. വ്യക്തിപരമായിട്ട് സുധാകരൻ എന്നെ പുറത്താക്കിയ കത്തും കൊണ്ട് മണ്ഡല സെക്രട്ടറി കുയ്തേരി ബാബു അന്നേരം ഞാൻ ബഹുമാനപ്പെട്ട K. സുധാകരനേട്ടനെ വിളിച്ചപ്പോൾ അതിന് 2 ദിവസം മുന്നേ ഈ ഒപ്പിട്ട പേപ്പറെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കൊടുത്തിരുന്നു. അപ്പോൾ കൊടുത്ത സമയത്ത് ഈ കത്തും കൊണ്ട് വന്നതിന് ശേഷം ഞാൻ പ്രസിഡന്റ് എന്നെ ഇങ്ങനെ പുറത്താക്കിയ ആരാ പുറത്താക്കിയെന്ന് ചോദിച്ചത്. നീ ആ പേപ്പർ മേടിക്കണ്ടെന്ന് പറഞ്ഞ് ബ്ലോക്ക് പ്രസിഡന്റ് കോരങ്കോട്ടം മൊയ്തൂക്കിയും പറഞ്ഞത് മേടിക്കണ്ടെന്നാണ്. ഇവർ കൊറോണ സമയത്ത് മണ്ഡലം പ്രസിഡന്റ് ക്വാറന്റൈൻ നിൽക്കുന്ന സമയത്താണ് മണ്ഡലം കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുന്നത് മറ്റേ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്നത്. അതും പറയുന്നത് നരിപ്പറ്റയിലെ UDF സംവിധാനത്തിന് എനിക്ക് തന്ന കാരണം കാണിക്കൽ നോട്ടീസ് നരിപ്പറ്റ പഞ്ചായത്തിൽ കാലാകാലങ്ങളായി UDF മുസ്ലിം ലീഗ് നല്ല നിലയിൽ മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ്. പക്ഷേ ഇന്ന് വരെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അന്ന് മുത്തുക്കോയ തങ്ങളാണ്, സെക്രട്ടറി K. മമീദാണ്. K. മമീദ് ഇപ്പോൾ സെക്രട്ടറിയാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ റഹീമാജിക്കെതിരായിട്ട് ഒരു പരാതിയും കൊടുത്തിട്ടില്ല. കള്ളപ്പരാതി മുഖാന്തരമാണ് എനിക്കെതിരെ നടപടി തീർത്തെടുത്തത്. സാധാരണഗതിയിൽ ഒരു പാർട്ടിക്ക് ഒരു ചട്ടമുണ്ട്, ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ കാരണം കാണിക്കൽ കൊടുക്കണം അല്ലേ? ഇതൊന്നും എൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. എന്തോ ഒരു വ്യക്തി വിരോധം തീർക്കുന്ന പോലെ. അതന്നെ ഈ 3 ഫോക്കസ് അതന്നെ അത് വീണ്ടും പറയുന്നു, അതിൽ തെറ്റുന്നില്ല. അത് വന്ന് നാണു CK നാണു മണ്ഡലം പ്രസിഡന്റ്. ഇപ്പം അയാളല്ല, ഇപ്പം കുഞ്ഞിക്കണ്ണാണ്. മുൻ ഇപ്പോഴത്തെ ബ്ലോക്ക് ഖജാൻജി അരവിന്ദാക്ഷൻ മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിശ്വം മാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് മെമ്പർ കൂടിയാണ്. 1500 വോട്ടിൻ്റെ മേലെ ജയിക്കുന്ന ഞാനും കൂടി ഉൾപ്പെടുന്ന വാർഡിൽ അദ്ദേഹം മത്സരിച്ച് 350 വോട്ടിന് കഷ്ടി രക്ഷപ്പെട്ട്. ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ബീന കുളങ്ങരത്ത് 1800 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അപ്പോൾ അതിൽ തന്നെ ഞമ്മക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ വിഷൻ അത് ഞാൻ കഴിഞ്ഞ ആഴ്ച DCC പ്രസിഡന്റ് തന്നെ വെച്ചു ഇങ്ങോട്ട് അതാ നമുക്ക് മനസ്സിലാകും. അതാണ് ഞാനിപ്പോൾ DCC പ്രസിഡന്റ് ചോദിച്ചത്. DCC പ്രസിഡന്റിനും മുൻ KPCC പ്രസിഡന്റിനും ഒരു വിലയില്ലെങ്കിൽ നിങ്ങളെക്കാട്ടും ഉയർന്ന സ്ഥാനത്ത് ഇവരങ്ങൾ എന്തർത്ഥമുള്ള പാർട്ടി ഭരണഘടനക്ക് അല്ലേ? കുയ്തേരി ബാബു ഇപ്പോൾ വിളിച്ചിക്ക് എനിക്ക് സപ്പോർട്ടാണ്. ഇപ്പം നിലവിലുള്ള 13-ാം വാർഡ് 14-ാം വാർഡ് മെമ്പർ രാജൻ മാസ്റ്റർ ബ്ലോക്ക് സെക്രട്ടറിയാണ്.
അദ്ദേഹം ഇന്നലെ എന്നെ ചർച്ച ചെയ്യാനാണ് DCC പ്രസിഡന്റ് ഞാനും എൻ്റെ മകനും DCC ഓഫീസിൽ പോയ സമയത്താണ് ബ്ലോക്ക് പ്രസിഡന്റിനെയും മണ്ഡലം പ്രസിഡന്റിനെയും വിളിച്ച് സംസാരിക്കുന്നത്. ഞായറാഴ്ച നമുക്ക് തീർക്കണം, അല്ലെങ്കിൽ ഞാൻ ബലമായിട്ട് രേഖ കൊടുക്കും. നേതൃത്വത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. നരിപ്പറ്റയിലെ ചില കാര്യങ്ങളിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ചാർജ് വരുമ്പോൾ പല കാര്യങ്ങൾക്കും ഞാൻ ഖജാൻജിയായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണക്ക് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞൊരു തെറ്റ്. പിന്നെ രണ്ടാമത് ഇപ്പം നിലവിൽ തന്നെ DKTFൻ്റെ ജില്ലാ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നത്, മുമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആളെ പേര് ഞാൻ പറയുന്നില്ല. അയാളെ വീടും ഇതുപോലെ തന്നെ തകർന്ന ഘട്ടത്തിൽ മണ്ഡലം കമ്മിറ്റിക്ക് ഒരു പരാതി തന്നു, ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോഴൊക്കെ എന്നെ സെക്രട്ടറി സ്ഥാനത്ത് നീക്കിക്ക്. എന്നിട്ട് ഇവർക്ക് പൂർത്തീകരിക്കാനാകത്തോണ്ട് അന്ന് എന്നോട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനും INDCൻ്റെ പ്രസിഡൻ്റായ KE പ്രമോദ് പറഞ്ഞു, റഹീം ഹാജി നിങ്ങളൊന്ന് വരണം എന്നാണ്. 2 മാസം കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഈ പണി പൂർത്തീകരിച്ചു കൊടുത്തു. അതും ഞാൻ പറഞ്ഞ് കണക്ക് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ് കണക്കൊന്നും ഇനി വേണ്ട, നമ്മൾ പൈസ എല്ലാം റെഡിയായിരുന്നു. ഇതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാൻ സാമ്പത്തികമായിട്ട് 1 രൂപ അന്നത്തെ കാലത്ത് നരിപ്പറ്റയില്ല. ഇന്നിപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഓഫീസിന് ബദലി മുമ്പൊരു ഓഫീസ് ഉണ്ടായിരുന്നു, കണ്ണങ്കണ്ടിക്കാർ ഫ്രീ ആയിട്ട് കൊടുത്തൊരു ഓഫീസുണ്ട്, ഭുവനായ ഓഫീസ്. അതെന്നോടുള്ള വാശിക്ക് അവർ വില കൊടുത്തെടുത്ത് ഇന്നും പാർട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനായിട്ടില്ല. ഇന്നും പാർട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനായിട്ടില്ല. ഞാനെടുത്ത ഓഫീസ് ഏത് സമയത്ത് ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അറിയാം. കഴിഞ്ഞ നോമ്പിൽ ഞാൻ ലാസ്റ്റിൽ ഫയൽ കൊടുത്തു. വാടകയ്ക്ക് പല ആൾക്കാർ വന്നിരുന്നു, ഞാൻ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് എൻ്റെ പേരിൽ സാമ്പത്തിക ആരോപണം ഉണ്ടാകാൻ പാടില്ല. ആർക്കും അന്വേഷിക്കാം. ഇനിയൊരു 3.25 ലക്ഷം ഉറുപ്പികളുണ്ട്. 5 ലക്ഷം ഉറുപ്പിക്കാരനെടുത്ത് ഇപ്പോൾ ടൈൽസെല്ലാം ഒട്ടിച്ച് പെയിൻ്റ് അടിച്ച് CP അബ്ദുള്ള സ്മാരക ഭവന്. ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞിടാത്ത വേറൊരു കാര്യം പറഞ്ഞുതരാം. CP അബ്ദുള്ള സ്മാരക ഭവനു ഇന്നിപ്പം നിലവിലുള്ള ബ്ലോക്ക് സെക്രട്ടറി വാർഡ് 14 വാർഡ് മെമ്പറുമായ രാജൻ മാസ്റ്റർ പറഞ്ഞ പ്രകാരം, അവരാണ് പറഞ്ഞത്, ഞാനല്ല. കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നം ഈ ഓഫീസിൽ വെച്ച വകയിൽ ഇവർ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ട് പരാതി കൊടുത്തു. CI വിളിപ്പിച്ചു. പക്ഷെ എൻ്റെ കൂടെ ഈ രാജമാഷ് തന്നെയാണ് പോകുന്നത്. പക്ഷേ അവരെല്ലാം പാർട്ടിയിൽ സ്ഥാനമുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് എന്തെന്നാണ് എനിക്കറിയുന്നില്ല. അത് ഒരു പൈസന്റെ കണക്ക് പറഞ്ഞില്ലേ, പൈസ കൊടുത്താൽ മതി എന്നുള്ളത്. ചെറിയ കണക്ക്, ഇലക്ഷൻ്റെ ഫണ്ടല്ലേ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫണ്ടല്ലേ, വലിയ പൈസ ഒന്നുമില്ല. അത് നമുക്കറിയാലോ. ഇവർ പിന്നെ പറഞ്ഞു, പിന്നത്തെ ഒരു കമ്മിറ്റി പറഞ്ഞു ലോൺ എടുത്തേക്കെന്ന് പറഞ്ഞു, ഇലക്ഷൻ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തേക്കെന്ന് പറഞ്ഞു. അതിപ്പോൾ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജിത്ത് ഓനെ കൊണ്ട് 2 ലക്ഷം ഉറുപ്പ്യ ഒപ്പിച്ച് അവനൊന്ന് പാർട്ടിയിൽ നിന്ന് വിട്ടു നിന്നിട്ടല്ലേ ഇലക്ഷനിൽ ലോൺ എടുത്തു. പിരിച്ച പൈസ എത്രയാണെന്ന് ഓർമ്മട്ടില്ല. 2 ലക്ഷം ഇലക്ഷനിൽ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഒരു കമ്മിറ്റിയും ചർച്ച ചെയ്യാണ്ടതാണ് 2 ലക്ഷം ഉറുപ്പ്യ ലോൺ എടുത്തെന്ന് പറയുന്നത്. വലിയ പൈസ അങ്ങനെ ഉണ്ടോ? അല്ല, 2 ലക്ഷം ഉറുപ്പ്യ ലോൺ എടുത്ത പൈസയാണ്. അത് ബാങ്കിൽ എന്നെ കൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത്, ശ്രീജിത്ത് പറഞ്ഞത്. അപ്പോൾ മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വിട്ടു നിൽക്കുന്ന എത്രയുണ്ട്? ഇപ്പം തന്നെ കുമ്പളച്ചോല 4 പേരുടെ നടപടിയെടുത്ത് കാലങ്ങളായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ശ്രീധരേട്ടനെ പോലെ മുൻ സെക്രട്ടറി ആൾക്കാരടക്കം ഇന്ന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ അവർ ഒന്ന് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വേറെ അവർ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ പോലെ കുമ്പളച്ചോല ആ വാർഡ് നമുക്ക് ശ്രമിച്ചാൽ കിട്ടുന്നതിനും, പക്ഷെ അവിടെ കോൺഗ്രസിനെക്കാട്ടപ്പുറം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്ന അഭിലാഷിനാണ് 2ാം സ്ഥാനത്തുനിന്ന് കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. തീർച്ചയായിട്ടും ബാധിക്കും. കുമ്പളച്ചോലയിലും പ്രവർത്തിക്കുന്ന ആളെ കിട്ടൂല. ഇപ്പം എൻ്റെ ബൂത്തിൽ തന്നെ ഞാൻ 2005 മുതൽ ബൂത്ത് ഏജൻ്റായിട്ട് നിൽക്കുന്ന ആളാണ്. ഞാനൊരു റുപ്യ ബൂത്ത് ഏജൻ്റായിട്ട് നിൽക്കുന്നതിന് ഞാൻ മേടിക്കാറില്ല. പക്ഷേ പല ആൾക്കാർ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കുന്ന 1000 റുപ്യോളം മേടിക്കുമല്ലോ. കോൺഗ്രസ്സിൽ അവർ 3-4 പ്രാവശ്യം മെമ്പർമാരാണ്. പക്ഷെ നമ്മളുടെ പ്രവാസിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നല്ലേ. പക്ഷെ അവരെല്ലാം ഇപ്പം വിട്ടുവീഴ്ചയുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ കമ്മിറ്റിയിൽ CK എന്നാണ് ആളെ പറയുന്നത് അത് ചർച്ച ചെയ്യാൻ പാടില്ല. 2 വാർഡ് നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ CK എന്നാണ് കഴിഞ്ഞ 2021 നിയമസഭാ ഇലക്ഷനിൽ പ്രവീൺ കുമാറിൻ്റെ ഇലക്ഷനിൽ പകുതിയേക്കൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഇട്ടുപോയതാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല, ഇത് ചില വ്യക്തിവിരോധങ്ങൾ അത്രയാണ് പറയാൻ പറ്റൂ.
ചില അങ്ങനല്ല, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം ഞാൻ ചോദിച്ചിരിക്കുന്നു മാത്രം. ഈ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ പിന്നെ ഞാൻ ഇത് കണക്കവതരിപ്പിക്കണ്ടേ, അതുമാത്രം ചോദിച്ചു. പിന്നെ ഞാൻ നിങ്ങൾക്കൊന്നും കൂടി പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട കെ മുരളീധരൻ എം പിനെ കൊണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ കൊറോണ സമയത്ത് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് 4 മൊബൈൽ ഫോണും നമ്മളതിനെ ഒന്നും പറയുക, അത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അതിനുശേഷം അഹമ്മദ് ദേവറുൽ സാഹിബ് പങ്കെടുത്ത പരിപാടിയിൽ എന്നെ പ്രത്യേക ക്ഷണിതാവായിട്ട് ക്ഷണിച്ചിരുന്നു. കുറ്റ്യാടി ഓഡിറ്റോറിയത്തിൽ ഞാൻ കൊടുത്തിരുന്നു. നല്ലൊരു കാര്യമായിട്ട്. അതിനും മുരളീധരൻ വരുന്നതിന് ഇവർ എതിർക്കുക ചെയ്ത് നരിപ്പറ്റ പറ്റൂല എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ കുറ്റ്യാടിയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആളെ പേര് ഞാൻ പറയുന്നില്ല, എന്നോട് പറഞ്ഞു നിങ്ങൾ കുറ്റ്യാടി വെച്ചോളി, എന്നാൽ എന്താക്കാം നമുക്ക് ഇവിടെ പ്രശ്നമില്ലല്ലോ. കാവിലും പറഞ്ഞു കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ഇത്. അല്ലല്ല, ഞാൻ എന്ത് വ്യക്തിപരമായി ചെയ്യുന്നതും കോൺഗ്രസിൻ്റെ ലെവലിലാണ്. ഈ കൊറോണ സമയത്തും യൂത്ത് കോൺഗ്രസിൻ്റെ വാളൂക്ക് മേഖലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ബിപിൻ തോമസിനോട് ചോദിച്ചാൽ അറിയാം. അവൻ വിളിച്ചു പറഞ്ഞ പ്രകാരം എത്രയോ 10-40 പച്ചക്കറി കിറ്റ് പ്രളയത്തിൽ എല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. എൻ്റെ വണ്ടിയിൽ എൻ്റെ എണ്ണ, എൻ്റെ പൈസ. അതാണ് എൻ്റെ പോരായ്മ. ഞാൻ കോൺഗ്രസ്സുകാരനായിപ്പോയി. ഗ്രൂപ്പില്ലാത്തതാണ്. പക്ഷെ ഇപ്പം മനസ്സിലായിരുന്നുണ്ട് കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് വേണമെന്നില്ല. കോൺഗ്രസ്സിൽ ഞാൻ ഉറച്ച കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്, ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. ആരും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. അടിച്ചു മാറ്റിയെന്ന് പറയാൻ പറ്റില്ല, കണക്ക് അവതരിപ്പിക്കണം എന്നാണ് നിങ്ങളോ. കണക്ക് അവതരിപ്പിക്കണം. 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ കണക്ക് അവതരിപ്പിക്കണം എന്നാണ്. അല്ലാണ്ട് 21 ഇലക്ഷനിൽ ഞാൻ സാമ്പത്തികമായി ഇല്ല. ഞാൻ മണ്ഡലം കൺവീനർ മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേ സാമ്പത്തികമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അല്ല, 2021 പ്രവീൺ കുമാർ 2 പ്രാവശ്യം മത്സരിച്ചല്ലോ. ഇപ്പം ഇല്ല, കുറേ ഇല്ല, 5 വർഷം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഉന്നയിക്കുന്ന പിന്നെ ചില ലോബികളാണ്. കോൺഗ്രസ് നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രൂപ്പിസമാണ്. ഞങ്ങളെ ഗ്രൂപ്പാണ് വലുതെന്ന് പറയും. പക്ഷെ നമുക്ക് ഗ്രൂപ്പില്ല കോൺഗ്രസ്സുകാരനായിപ്പോയി. ഞാൻ മത്സരിച്ചിട്ടില്ലല്ലോ. 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എനിക്ക് അവാർഡ് തന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുക്കാന്നുള്ള കപ്പാസിറ്റി എനിക്കുണ്ടായിരുന്നു. ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത് ജയിക്കുന്ന സീറ്റ് എനിക്ക് തരുന്ന. അത് ഓരോരോ ഗ്രൂപ്പ് വരുമ്പോൾ പല ചർച്ചകൾ ഉണ്ടാവുമല്ലോ. ഒന്ന് പറഞ്ഞ മരുതോകര വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പ്രവീൺ കുമാറിനെതിരായിട്ട് എന്തെല്ലോ പറഞ്ഞതാ. ഞാൻ അദ്ദേഹത്തിന് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ പറഞ്ഞതല്ല, വേറെ ആൾക്കാർ പറഞ്ഞത്. അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കുറ്റ്യാടി കേസ് കൊടുത്തേ മണ്ഡലം പ്രസിഡന്റ്. അതിൻ്റെ പേരിൽ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തു. അതിനും സ്റ്റേഷനിൽ പോകേണ്ട വ്യക്തിയാണ് ഞാൻ. ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവീൺ കുമാറിന് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്ത് ആരാ പറഞ്ഞെന്നുള്ളത്. അവർ പറയുന്നത് ഞാൻ പാർട്ടിക്ക് അതീതനല്ലാതാ. ഇപ്പം അടുത്ത് ബ്ലോക്ക് പ്രസിഡന്റ് അല്ല, ഇപ്പം അടുത്ത് ബ്ലോക്ക് പ്രസിഡന്റോട് ചോദിച്ചാലോ, ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ് നിങ്ങൾ മണ്ഡലം കമ്മിറ്റിയായിട്ട് സഹകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റിനോട് ചോദിച്ചു, മണ്ഡലം കമ്മിറ്റിക്ക് എന്നെ വിളിക്കാതെ എനിക്ക് സഹകരിക്കാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ. നിങ്ങളിപ്പോൾ ഒരു കമ്മിറ്റിക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റും. ഞാൻ നരിപ്പറ്റി വെച്ച് ബാക്കി എല്ലാ പരിപാടിക്കും പോകുന്നുണ്ട്. അവിടെ മാത്രം പോകാത്ത പ്രശ്നം. നിങ്ങൾക്ക് നാദാപുരം ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻ പാറക്കടവായിക്കോട്ടെ, കുറ്റ്യാടി ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജേശ്വരത്തായിക്കോട്ടെ. നരിപ്പറ്റ സ്വദേശി, കാണങ്കണ്ടി. 57 കാവിലും ബ്ലോക്ക് ചെയർമാൻ. മുൻ ചെയർമാൻ, ബ്ലോക്ക് ചെയർമാൻ. 5 പഞ്ചായത്തിലാണ് ഒരു ബ്ലോക്ക് വരുന്നത്. മണ്ഡല സെക്രട്ടറി നരിപ്പറ്റ. ഇപ്പോൾ മണ്ഡല പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ നീക്കിയത്, സസ്പെൻഡ് ചെയ്തത് 19/11 19/11 എന്നെ പുറത്താക്കിയത്. 2022 19/11 എന്നെ പുറത്താക്കിയതായിട്ടുള്ള കത്ത് ഒരു കാരണം കാണിക്കാണ്ട്. 30/2022 സസ്പെൻഡ് ചെയ്ത കത്ത് വരുന്നത്. ശരിയായ കോൺഗ്രസ് എനിക്ക് പാർട്ടിയിലുള്ള സ്പിരിറ്റ് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്, റഹീം ഹാജിക്ക് കോൺഗ്രസ് പാർട്ടിയോടുള്ള സ്പിരിറ്റ് എനിക്കറിയാമെന്ന്.
അദ്ദേഹമല്ല മനസ്സിലാക്കേണ്ടത്. മുല്ലപ്പള്ളി അടക്കം ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ DCC ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എന്നെ തിരിച്ചെടുക്കുകയും ചെയ്തിട്ട് മുല്ലപ്പള്ളി സാർ എന്നെ വിളിച്ചു, എൻ്റെ വൈഫുമായിട്ട് സംസാരിച്ച് തിരിച്ചെടുത്തത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പരിപാടിയിലും ജോഡോ യാത്ര എനിക്കെതിരായിട്ട് പത്രക്കുറിപ്പ് ഇറക്കം വന്നിട്ട് പുറത്താക്കിയ ആൾ ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ മറ്റേ പുതിയ യാത്ര നാദാപുരത്ത് മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ഞാനാണ്. എന്നാ പിന്നെ പാർട്ടിയിൽ നിന്ന് അല്ല അങ്ങനെ എങ്ങനെയാ വിളിക്കുക? അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാള് അങ്ങനെ പാർട്ടി ജാഥയിൽ കയറുമോ മുദ്രാവാക്യം വിളിക്കുമോ? എന്നെ അറിഞ്ഞൂടാത്താളെന്നല്ലോ. ഞാൻ എല്ലാ പരിപാടി ഇപ്പം മെനഞ്ഞാന്ന് മരുതോകര മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നോമ്പ് തുറ ഉണ്ടായിരുന്നു. നമ്മളെ ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥാനാർത്ഥി അഭിജിത്തും ഞാനും എല്ലാം ഒന്നായിട്ടാണ് നോമ്പ് പറഞ്ഞത്. എന്നെയോ ക്ഷണിച്ചിരിക്കും. അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒരു വാർഡ് കമ്മിറ്റിയിലെ അല്ല അങ്ങനെയല്ല, നരിപ്പറ്റി എല്ലാം പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പുറത്താക്കിയ ആളാ ഇതുപോലത്തെ നോമ്പ് പറയൽ ക്ഷണിക്കൂലല്ലോ. 23-ാം തീയതി വരെ ഉണ്ടല്ലോ പത്രിക കൊടുക്കുക. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.